അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമില്ല? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗ് ഡിന്നർ സർപ്രൈസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണത്. പിന്നെ ഇന്ന് ഇപ്പോൾ ഇതാ 5 മണിയായിട്ട് ഏകദേശം ഞാൻ ഇപ്പോൾ കുളിച്ചങ്ങോട്ട് വന്നിട്ടുള്ളൂ. നല്ല ലേറ്റായി കുളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറേ അല്ലറ ചില പരിപാടികളും കാര്യങ്ങളും ഒരിക്കലും പിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ സംഭവം വിചാരിച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മ വരെയായിട്ട് ഇവിടെ. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു 5 മാസം, ഞാൻ ഓഗസ്റ്റിൽ വന്നതാണ്, ഇന്നിപ്പോൾ ജനുവരി, 5 മാസമായില്ല. ആദ്യമായിട്ട് 5 മാസത്തോളം ഉമ്മാനെ കാണാണ്ടിരിക്കണം കേട്ടോ. ഇത്ര അധികം ഗൾഫിൽ നിന്നിട്ടില്ല, 5 മാസത്തോളം. 3 മാസത്തൊക്കെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഉമ്മ വരേണ്ടി ഇന്ന് ഉമ്മ രാത്രി ഇവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അവിടെ 6:45 കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ. അപ്പോൾ എന്തിനും ഉമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അടുത്ത വ്ളോഗിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷമൊക്കെ കാണാം. അപ്പോൾ കുറച്ചും കൂടി ഒതുക്കി പറക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും ഉമ്മ വരുന്നതിന് വിശേഷമൊക്കെ കൂടി കാണാം കേട്ടോ. അപ്പോൾ ഉമ്മയുടെ വരവ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായൊരു വരവാട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറേ ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്തത് അങ്ങനെയൊന്നുമല്ല. പെട്ടെന്നായതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. പിന്നെ എത്ര നമ്മൾ വീട് വൃത്തിയാന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോഴത്തേനും അതിനനുസരിച്ച് നമ്മൾ ഒന്നും കൂടി അടക്കി പറക്കി സെറ്റാക്കി വെക്കണമല്ലോ. പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ കിടക്കൊക്കെ അല്ല ബെഡൊക്കെ പോയി മേടിച്ച് കട്ടിലൊക്കെ സെറ്റാക്കി. നമുക്കപ്പോൾ ഒരു റൂമാണല്ലോ. പിന്നെ ഹോളിൽ അത്യാവശ്യം സ്പേസിലുണ്ട്. നമുക്ക് കട്ടിൽ അവിടെ കറക്റ്റ് ഇപ്പോൾ സോഫയുടെ ഇപ്പുറത്ത് കറക്റ്റ് സെറ്റായിട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ദിവസമായിട്ട് അത് മേടിക്കലും ഇത് മേടിക്കലും എല്ലാ തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കായിരുന്നു. അപ്പോൾ ഉമ്മ എന്താണ് വന്നത് പെട്ടെന്ന് എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വ്ളോഗിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പം ഞാൻ പറയണില്ല എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാ ബെഡ് മേടിച്ചിട്ട് കണ്ട കവറൊക്കെ അങ്ങനെ, പിന്നെ അല്ലാതെ ചിലരെ ഡേറ്റ് ടു ഡേന്ന് കുറച്ച് പാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് കവറാട്ടെ. ഞാനാണെങ്കിൽ ബെഡ് മേടിച്ചിട്ട് കവർ കളയേണ്ട എടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ചാമയൊക്കെ പറയും എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കിയൊക്കെ പരക്കണ തിരക്കില്ല. പൈപ്പ് ആണെങ്കിൽ ഉറങ്ങി ഗ്യാപ്പിൽ അതൊക്കെ കഴിച്ചേക്കാൻ വിചാരിച്ചു. അപ്പോൾ രാത്രിയാണെങ്കിലും ഉമ്മ വരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒക്കെ അത് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക ഞാൻ. അങ്ങനെ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആകെ സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്, നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ രാത്രിയല്ല നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചേ നാളെ ഇപ്പോൾ ഉമ്മ വന്നപ്പോൾ എന്നെ കുക്ക് ചെയ്യാന്നൊക്കെ സംസാരിക്കുക ഇവിടുത്തെ കുക്ക് ചെയ്ത് സമയങ്ങളുണ്ടായി വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് വെച്ച്. അപ്പോൾ ബിരിയാണി മസാല ഉണ്ട്, ബിരിയാണി ഉണ്ടാക്കേണ്ട ബിരിയാണി മസാല എന്ത് ഉണ്ടാക്കുക വിചാരിച്ച്. അപ്പോൾ നാളെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് പിന്നെ ദമ്മിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിന് വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ കായം പറ്റിയത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി നോക്കഞ്ഞേ. അപ്പോൾ ഉമ്മ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ പൊക്കിയ സാധനമായിട്ടത് ഡേറ്റ് ടു ഡേന്ന്. അടിപൊളി സാധനം അല്ലേ? എല്ലാ പൊടികളും നല്ല ഷാമ്പൊക്കെ ഇതിൽ നിറച്ച് വെച്ചാട്ടോ. നല്ല രസമല്ലേ? അടിപൊളി സാധനം, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതങ്ങോട്ട് പൊക്കി. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ പണി നോക്കാം. ഞങ്ങൾക്ക് പെട്ടെന്നായിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നി, നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ നാളെ ഉമ്മ വന്ന പിറ്റേ ദിവസം നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. ഇല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയും. പിന്നെ നമ്മളെ ഫുഡൊക്കെ ഇവരിങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കഴിക്കുള്ളൂ. നമ്മൾ അവരെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉമ്മമാരെന്നല്ലേ ഫുഡ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഒരു പൊലിവ് എത്ര നമ്മളെ ബിരിയാണിയൊന്നും ഉമ്മയുടെ ബിരിയാണിൻ്റെ അത്ര അടുത്ത് കൂടെ പോവില്ല. എന്നാലും നമ്മൾ കുട്ടികളെ കൈ കൊണ്ട് ഉമ്മമാർക്ക് തിന്നാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതാ അതിനുള്ള പരിപാടികളൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് പിന്നെ ഒന്നും കൂടിയും പിടിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉള്ളി തോല് കളയുമ്പോൾ കണ്ണെരിയാണ്ടിരിക്കാനുള്ള വല്ല ടിപ്പുണ്ടോ ഗൈസ്? എൻ്റെ കണ്ണ് എപ്പോഴും വെള്ളം വരൂട്ടാ. ചിലവരുടെ കാൻഡിലൊക്കെ കത്തിച്ച് വെച്ചാൽ കണ്ണില്ലാന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ചില ഉള്ളിക്കട്ട് പ്രശ്നമുള്ളൂ. ഇവിടെ വയലറ്റ് ഉള്ളി കിട്ടില്ല, അതിനൊന്നും അങ്ങനെ കണ്ണേരിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അത് കാണിച്ച് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഞാൻ അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് ഇനി ബിരിയാണി പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ ഞാൻ മസാല ഉണ്ടാക്കി നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ ഇനി ഉമ്മനെ വിളിക്കാൻ പോലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഐബൂന് അറിയില്ല ഉമ്മ വരുന്നത് സർപ്രൈസാണ്. സർപ്രൈസ് പിന്നെ അവന് നമ്മൾ സംസാരത്തിലൊക്കെ അവനക്ക് മനസ്സിലായി ഉണ്ടാവും ചിലപ്പോൾ. കാരണം ആരും ഒരാൾ വരുന്നപ്പോൾ നാജിയാണെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അനിയനായിട്ടാ പറയണേ. അപ്പോൾ ഉമ്മ വരണ്ടോന്ന് സംശയം എന്താണെന്ന് അറിയില്ല. അന്നും ഉമ്മയോട് വെച്ചാൽ ഉമ്മല്ലേ വരുന്നൊക്കെ ചോദിച്ചായിരുന്നു ഒരാൾ വരണ്ടു പറഞ്ഞപ്പോൾ. അപ്പോൾ എന്താ അവൻ്റെ റിയാക്ഷൻ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഡേ ടു ഡേ എന്ന് മേടിച്ചാൽ നല്ലതുണ്ട് കേട്ടാ. അപ്പോൾ ഞാനല്ലെങ്കിലും ഇങ്ങനത്തെ ബിരിയാണിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒന്നെങ്കിൽ പെരിഞ്ചീരകം കുരുമുളക് പൊടിയും ഗരം മസാല മാത്രമല്ല പൊടികളായിട്ട് ഫ്ലേവർ ആഡ് ചെയ്യുള്ളൂ, അല്ലാണ്ടൊന്നും ആഡ് ചെയ്യില്ലല്ലോ. പിന്നെ നല്ലത് 2 തരം ഹോൾസ് ഉണ്ട്. ഞാനാണെങ്കിൽ ചെറിയ ഹോൾസിലൂടെ ഇട്ടിട്ട് ആവണില്ല വിചാരിക്കുന്നത്. പിന്നെ വലിയ ഹോൾസിൽ പക്ഷെ അത് നമുക്ക് റേറ്റ് അത്ര കൂടുതൽ റേറ്റ് ഇല്ല കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ശരിക്കുള്ള ഗ്ലാസ്സാണ്, ഫൈബറൊന്നുമല്ല. അടിപൊളി ഗ്ലാസിൻ്റെ മെറ്റീരിയൽ തന്നെ. പൊട്ടുമെന്നൊക്കെ പേടിച്ചത് പക്ഷെ നല്ല ക്യൂട്ടായിട്ട് ആ കിച്ചണിക്ക് അത് സെറ്റായി വന്നിട്ടത്. അങ്ങനെ നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. സാറ്റ് അപ്പം നമുക്ക് ഇതടച്ചിട്ട് ടൈബോ എങ്ങോട്ടാ പോണ്? ഏ സ്ഥലത്തേക്ക്? ഒരാളെ വിളിക്കാനാ? ആരാ വരുന്നേ ഇങ്ങോട്ട്? ആരാ വരുന്നേ? ഇവനറിയില്ല? പിന്നെ ആരാന്ന് വിചാരിച്ചിട്ടാ പോണ നമ്മള്? ആരാ നൈബുനറിയില്ലേ? അപ്പോൾ ചെക്കനാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ആരാ വരുന്നത്. നമ്മളൊരാൾ വരുന്നുണ്ട്. അപ്പോൾ അവന് വിളിക്കാൻ പോകും, ഡ്രസ്സ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാക്കണത്. അപ്പോൾ അവനാണെങ്കിൽ ആരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊലിവിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചോദിച്ചു വെറുപ്പിച്ചപ്പോൾ അവസാനം ഭ്രാന്ത് പിടിച്ച് തുടങ്ങിയിരിക്കണേ ആരാണ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആക്കി വെക്കുക വിചാരിച്ചു. കാരണം ഉമ്മ വരേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് ഉമ്മനെ കാണുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഉമ്മക്ക് വീഡിയോ കോൾ വിളിച്ച് അവൻ ചോദിക്കാറ് ഉമ്മക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ഉമ്മ അവിടെ ഇല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഐബുനെ കാണാനല്ലോ. ഐബോ എവിടെ? ഐബ എവിടെ? കാണാൻ അങ്ങനെ പിടിച്ചാൽ കാണുക. ഐബ എവിടെ? പൊക്ക്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നാട്ടി മുമ്പ് ഞാനൊക്കെ ക്ലീൻ ആക്കിയില്ല. പക്ഷെ ആമയൊക്കെ എന്നെ തുടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ അവിടെ. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി കഴിഞ്ഞ് സെറ്റായിട്ട്. ഞാൻ ഇന്ന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു സ്വെറ്റർ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പിനെസ്സിലാണ് ഞാൻ. ആരെ വിളിക്കാനാ? ഒരാളിനെ. ആരാന്നറിയില്ല. ആ സ്ഥലത്തേക്ക് തന്നെ പോണത്. ആ സ്ഥലത്തേക്ക് തന്നെ പോണ ഇട്ട് പിന്നെ. അപ്പോൾ നമ്മൾ അവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 10 മിനിറ്റോളം ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ലഗേജ് കിട്ടിയിട്ട് വിളിച്ചാൽ മതി പറഞ്ഞ്. ഷുമാക്ക് എമിഗ്രേഷൻ കഴിയാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന ലഗേജ് കിട്ടാനും ലേറ്റാവും വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ എത്തിയതും എന്താ ലഗേജ് വേഗം കിട്ടി. പുറത്തേക്ക് ഇറങ്ങിയോണ്ട് തന്നെ ആ നടന്ന് ദൂരന്ന് വരുന്ന ഒരു സീൻ അത് കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഐബൂനും ഉമ്മ വന്നിട്ട് കുഞ്ഞേന്ന് അങ്ങോട്ട് വിളിച്ചോട് കൂടിയിട്ട് അവനാകെ അങ്ങോട്ട് പെട്ടെന്നൊരു ഷോക്കായി പോയി. പിന്നെ ഉമ്മ എടുക്കുമ്പോ ഒരു എന്താ പറയാ പ്രതീക്ഷിക്കാണ്ടുള്ളൊരു ഫീൽ ഉണ്ടാവൂലേ, പെട്ടെന്ന് പ്രതീക്ഷിക്കാക്കൊരു കരച്ചിൽ വരുന്ന പോലെ ഷോക്ക് സംഭിച്ച പോലെ ആകെ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്തിട്ട് അവനക്ക് ഷോക്ക് മാറിയിട്ടില്ല. നെട്ടിരിക്കണൊക്കെ അവനിരിക്കണ കണ്ടില്ലേ ഭയങ്കര എപ്പോഴും ആ ഷോക്കിലിരുന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കണില്ലേ. കാരണം അവനക്ക് ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഉമ്മ പെട്ടെന്ന് വിളിച്ചുകൂടി അവ റിയലാണോ എന്താണെന്നറിയാം. കുട്ടികൾക്കുള്ള ഒരു ഇതുണ്ടാവില്ലേ, പാവം നല്ലതായിക്കണേ. അബുന്റെ ഫേവറേറ്റാ? മോനെ കാണാനാ? എങ്ങണ്ട വന്ന്? എങ്ങണ്ട്? ആ മോനെ കാണാന് എങ്ങണ്ട വന്ന്? മോനുള്ളത് എവിടെക്കാ? എവിടെ? ഉമ്മ വന്നേരം ഹാപ്പിയാണോ? ശരി, ഞാൻ ചോദിക്കട്ടെ, ഒന്നുകൂടി ചോദിക്കാം. പപ്പാനെ ഇഷ്ടം ഉമ്മാനെ ഇഷ്ടം?
ഇത്ര കാലം ഏത് പടച്ചോ നമ്പരോ ചോദിച്ചാലും ഇന്ന ഇഷ്ടം എന്ന് പറഞ്ഞ ആളാ. എന്താ ഇപ്പൊ അങ്ങനെ പറയല്ല ഇപ്പൊ. പിന്നെ ഫുള്ള് ഷോക്കൊക്കെ മാറിയപ്പോൾ ഹാപ്പി ആയി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഉമ്മക്ക് ഉമ്മ കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഉമ്മ അവിടുന്ന് ഏകദേശം ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ കയറിയപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കയറിയതില്ല. പിന്നെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടോ. നമ്മൾ വിചാരിച്ച ടൈമിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ KFC വിട്ടു. KFC ആണെങ്കിൽ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഐബോനും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ KFC കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകാന്നുള്ള പ്ലാനിൽ അങ്ങനെ അവിടെ എത്തിക്കട്ടെ. മൂപ്പരാളാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം തിന്നിട്ട് പിന്നെ അവൻ്റെ വിക്രസായിരുന്നു അവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് ചാടുക വന്നിട്ട് ഉമ്മക്ക് ഗ്യാസ് തിന്നാനും പറ്റിയില്ല അധികം. വെട്ടിപ്പൊട്ടിക്കൽ സീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ സപ്പേസ് കൊണ്ടുവന്നു. ഓ അനക്കുണ്ടാ എന്താ മുരിങ്ങക്കായ കൂർക്ക എല്ലാതും ഉണ്ട്. ഇഞ്ചി മുരിങ്ങക്കായ കൂർക്ക ഷൂർക്ക. അപ്പോൾ ലേറ്റായിട്ട് വന്നാലും നമ്മൾ പെട്ടിപ്പൊട്ടിക്കലൊക്കെ അന്ന് തന്നെ കഴിഞ്ഞിട്ട് എന്തൊക്കെ കൊടുത്തെന്ന് അറിയാലോ പൊലിവിലേ. പൈബൂനുള്ള ടോയ്സും പിന്നെ ഞാൻ അലർച്ചിലറെ കായ കൂർക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കായപ്പേരും കൂർക്കപ്പേരൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശ്യാമയൊക്കെ പറഞ്ഞു ഇതൊന്നും ഇവിടെ കിട്ടില്ല പിന്നെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വട്ടാക്കട്ടെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും. പിന്നെ അവൻ്റെ ടോയ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറുണ്ട് എന്തത്? ആ ഹാപ്പിയായാ ഇവർക്ക് കുറെ ഉണ്ടിട്ടാ. ഒന്നുകൂടി കണ്ണെടുക്ക. വേറെന്ത് സാധനം കണ്ണടക്കടാ. ഓ ഇനി മൂന്ന് തരം ടോയ്സ് ഇട്ടിട്ട് ആശാൻ ഇഞ്ഞുണ്ടോ ചോദിക്കരുത്. അവനക്ക് ഇഷ്ടമുള്ള 3 സാധനങ്ങളോട്ടോ അവനക്ക്. ഇക്ക് സന്തോഷായല്ലോ. പിന്നെ എനിമൽസ് കിട്ടിയപ്പോൾ പിന്നെ അപ്പന്നെ കളി തുടങ്ങിയേക്കിട്ട് അതുകൊണ്ട് ക്ഷമല്ല പൊട്ടിച്ച് കളി തുടങ്ങി. എനിക്കെന്തോ ഉണ്ട് ഷായിബുന് മാത്രല്ല എനിക്കുള്ളത് വരട്ടെ. ഷാമേക്കതാ ഡ്രസ്സും ഉണ്ടാ. താങ്ക് യു. ഷാമേക്കൊക്കെ ടീഷർട്ട് ഇക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കേടുകളില്ല. ആ ഷാമിയാക്കൊക്കെ ഇഷ്ടാവൂല പക്ഷെ എനിക്ക് ഇഷ്ടായി. ഷാമിയാക്ക് ഈ കളർ ഇഷ്ടാവൂല. ഇതെനിക്ക് കറുത്തില്ലേ. ഓ ഇതൊരു ടീഷർട്ട് ഇതൊരു ടീഷർട്ട് 3 ടീഷർട്ട് എനിക്ക്. ഇവിടെ എല്ലാവർക്കുമുള്ള ഗിഫ്റ്റ് പാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് അതെന്റെ കണ്ടുകൊണ്ടു. ഹോ ഐബൂനാണ് ഇപ്പൊ ഹാപ്പി ആയിക്കണില്ലേ. ഇക്കാക്ക് നാളെ കാണുവോ? ജിലേബി ഇപ്പൊ കണ്ട ജിലേബി കണ്ടിട്ട് കായ ഇക്ക് കായ വേണം പറഞ്ഞിരുന്നേ. കായ ഉപ്പേരി ഇഷ്ടാണ്. നുറുക്ക് മസാല കടല നാട്ടിട്ട് മൊത്തം എത്തിയില്ല. മിച്ചറ് സൈബുന്റെ ജിയോ മാർക്കറ്റ് സാധനം. ഇത് ബീഫ് അവസാനമായി
പച്ച ബീഫ്, മാന്തള് മാന്തള് മാന്തള്. അവസാനമായി തേങ്ങ 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 തേങ്ങ. അയ്യോ ആരോടത്തൊക്കെ എടുക്കണെന്നേ? ഇന്ന് ബൈ ബൈ പറയും ശ്യാമേക്ക ചോദിച്ചോക്ക്. പപ്പ ടാറ്റ് പറയേ. അത് വേണ്ട, മാറ്റാ, നല്ല തണുക്കും, നല്ല ചൂടെടുക്കും. ടാറ്റ് പറ പപ്പാടെ. പപ്പാക്ക് ഉമ്മ കൊടുക്ക്. അതോ ഷാമിയാക്ക് ഇല്ലാണ്ട് ഉറങ്ങാത്ത ആളാട്ട മൂപ്പരാള്. കിടക്കുമ്പോ എപ്പോഴും പപ്പ വേണം. ഇന്നാണെങ്കിൽ ഉമ്മാനെ കണ്ടപ്പോൾ ഒലിവില്ലേ ഷാമിയ. പപ്പ വേണ്ട, പപ്പയോട് പോയി കിടന്നു, ഞാൻ ഉമ്മയോടൊപ്പമാണ് പറഞ്ഞിട്ടേ. എന്താ നോക്ക്, അവന് ഉമ്മ ഡ്രസ്സ് മാറ്റിയാൽ മതി, ഉമ്മയുടെ ഒപ്പം കിടന്നാൽ മതി, അങ്ങനെയൊക്കെ അയച്ചു. പിന്നെ അന്ന് രാത്രി ഞാനും ഉമ്മയും അവനും കൂടിയിട്ട് പിന്നെ വേഗം കിടന്നിട്ടാ. കാരണം അത്യാവശ്യം വേഗം എന്നൊന്നും പറയില്ല, അത്യാവശ്യം ലേറ്റായിരുന്നു. 12:30 1 മണിയൊക്കെ ആയിരുന്നു. പിന്നെ ഷാമിയാക്കൊക്കെ നാളെ ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു ഉമ്മ വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിട്ട് അങ്ങനെ അവൻ്റെ പൊലി കണ്ടില്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല സന്തോഷം, ഞങ്ങൾക്ക് കണ്ടിട്ട് നല്ല ഇതായിരുന്നു അവൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട്. ആരെ നോക്കണേ? ഉമ്മ പോയി. ദേഷ്യം വന്നിട്ട് ഞങ്ങൾ ഇന്നലെ അങ്ങനെ കിടന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ഇതാ രാവിലെ എണീച്ചൊക്കെ ഞാൻ എണീച്ച് ഉമ്മ കുറഞ്ഞ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. പൈപ്പ് എണിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ മഴ പെയ്യണ്ടെന്ന് ചെറുതായിട്ട് തൂളുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കട്ടിലിട്ടോണ്ട് ഇവിടെ നിന്ന് ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ സുഖമുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ട് രാവിലെ തന്നെ മഴ പെയ്തു. ഉമ്മ വന്നത് നല്ല ഐശ്വര്യം മഴ. ഇനിയിപ്പോൾ തണവ് കൂടാനുള്ള മഴയാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ അവിടെ മഴ പെയ്ത് ഞാൻ തുണികളൊക്കെ എടുത്തോണ്ട് നിൽക്കും. ഇവിടെ കളി തുടങ്ങിയേക്കണം രാവിലെ എണിച്ചപ്പം തന്നെ. തോക്കും മിനിമൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൈമൽക്കാക്ക് അങ്ങോട്ട് നിന്നിട്ട് കൈമൽക്കാക്ക അവിടെ ദൂരം നിന്നിട്ട് പഠിച്ചോനെ. എങ്ങനെയുണ്ട്? പൂച്ച എനക്കുന്നുണ്ടടാ. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വാ. ഉമ്മ അവനക്ക് ഓരോന്ന് കാട്ടിയിട്ട് രാവിലത്തെ ഫുഡ് കൊടുത്തോണ്ടിരിക്കട്ട. ഉമ്മ ഇങ്ങനെ കുറേ നേരം ക്ഷമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഫുഡ് എങ്ങനെയും കഴിപ്പിക്കും. അത്രക്ക് അധികം ക്ഷമയില്ല. കുറച്ചിങ്ങനെ കൊടുത്ത് എന്തെങ്കിലും കാട്ടുമ്പോഴത്തേന് ഇക്ക് പിന്നെ ദേഷ്യം വരും. ഉമ്മ പറയുന്നുണ്ട് ക്ഷമിച്ച് കുറേ നേരം ഇത് കൊടുത്താലൊക്കെ കുട്ടി കഴിക്കും പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പണി ഉണ്ടാകുമ്പോൾ പിന്നെ അത്ര ക്ഷമയില്ല. നമ്മൾ ഉമ്മാരെ അത്ര ക്ഷമ നമുക്കില്ലല്ലോ. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുടെ ഉമ്മ വന്നപ്പോൾ ഇനി ഫുഡിൻ്റെ കാര്യം ഉമ്മ നോക്കിക്കോളും. മുട്ട ചിക്കിയിട്ട് കൊടുക്കുക, അവനക്ക് അത് വേണ്ട, പഴം വേണ്ട, ദോശ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഓരോ കളിയുടെ ഇടയിൽ കൂടെ ഒക്കെ കൊടുത്തോണ്ടിരിക്കേണ്ട അവിടെ. അങ്ങനെ ഉമ്മയുടെ കൂടെ മറ്റാൾ നല്ല കളിയിലാട്ടോ. ഞാനപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചത് ദമ്മിട്ടാൽ മതി. അപ്പോൾ നെയ്ച്ചോറ് പ്രോസസ്സിങ് ആണ് ഞാൻ. നെയ്ച്ചോറിന് ഷാമിയൊക്കെ ഇഷ്ടമാണോ ചോദിച്ചു നോക്ക്. കായ രണ്ടാൾ സെറ്റായാ? സെറ്റായാ? എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട്. കാരണം ഉമ്മിൻ്റെ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല. കാരണം ഞാൻ വീട്ടിൽ പോയാൽ ഭയങ്കര മടിച്ചാണല്ലോ. ഉമ്മ ഫുഡ് ഉണ്ടാക്കും. ഉമ്മയുടെ ഫുഡ് ഭയങ്കരമൊക്കെ തിന്നാൻ കൊതിച്ചിട്ടിരിക്കുന്ന ആളല്ലോ. അപ്പോൾ ഉമ്മയുടെ ഫുഡ് കഴിക്കില്ലെങ്കിലും ഞാൻ പിന്നെ ഒന്നും അടുക്കള ഭാഗത്തേക്ക് പോകാറ് നോക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് അതായത് നമ്മളിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അത് എത്ര ഞാൻ പറഞ്ഞ പോലെ ഉമ്മയുടെ അയലത്ത് കൂടെ പോയില്ലെങ്കിലും അതൊക്കെ ഒരു ഇതിലേക്ക് ഭയങ്കര പൊലി വരുന്ന ദമ്മിടുന്ന സമയത്തിട്ടാ
ഇങ്ങനെ ബിരിയാണി വേഗം സെറ്റാക്കിയിട്ട് ഉമ്മാക്ക് കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നത് വെച്ചാൽ ഉമ്മ വന്നോടുകൂടി ഇനി ഉമ്മയുടെ ഫുഡ് കഴിക്കും. ഉമ്മയുടെ ഫുഡ് കഴിക്കാൻ മിസ് ചെയ്തിട്ടായിരുന്നു. ഉമ്മാനല്ല കൂടുതലും ഉമ്മയുടെ ഫുഡ് പിന്നെ ഞാൻ കഴിച്ചിൽ വെച്ച് ഏറ്റവും പൊക്കി പറയാമെന്ന് പറയില്ല, കഴിച്ചിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഫുഡ് ഉമ്മയുടെ ഫുഡ്. എൻ്റെ ബിരിയാണി എൻ്റെ സംഭവങ്ങളൊന്നും അതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. അപ്പോൾ പിന്നെ ആ കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കുറേ ആയിട്ട് ഞാൻ ഉമ്മയുടെ ഫുഡ് കഴിക്കണം പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഉമ്മ ഇങ്ങനെ വന്നോടുകൂടിയിട്ട് അതെന്തായാലും സാധിച്ചാൽ ഇനിയിപ്പോൾ എന്നും ഉമ്മയുടെ ഫുഡ് കഴിക്കാം. ഇനിയും ഞാനൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അടുക്കള ഭാഗത്തേക്ക് എപ്പോഴും തിരുവിഴാമൊക്കെ പറഞ്ഞു ഉമ്മാനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കട്ടെ ഈ എളുപ്പമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇനി ഉമ്മമാർ വന്നാൽ പിന്നെ അവരെ ഫുഡ് കഴിച്ച് നമുക്കിങ്ങനെ ചെറിയ കുട്ടിയാണ്, കാരണം അവരെടുത്താലേ നമ്മളിങ്ങനെ നമ്മളെല്ലാതും ആ ഒരു ഇതിൽ നടക്കുക, ഒന്നും ചെയ്യാതെ നമ്മൾ മടിച്ചിരിക്കുക, എല്ലാം ഉമ്മ ചെയ്യുക, നമുക്കൊരു ഇത് വരും, പെട്ടെന്നൊരു ഇത് വരും ഇക്കൊക്കെ. അതായത് ഉമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും പറ്റാത്ത പോലെ, അല്ലെങ്കിൽ ഉഷാറോട് ചെയ്യുന്ന ആളാവും. അങ്ങനത്തെ ബിരിയാണിയൊക്കെ വിളമ്പിത ഷാമയാക്കിയും ഉമ്മൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ഉമ്മ കുഴപ്പമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഉമ്മയുടെ അത്ര ബിരിയാണി ആവില്ല, എന്നാലും ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, ബാക്കിയൊക്കെ സെറ്റായിരുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാടെയും കുറച്ച് ഉപ്പിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്, ബാക്കിയൊക്കെ സെറ്റായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ കസിൻ ഉണ്ടല്ലോ, അവളെ വീട് അടുത്തില്ലേ, എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അവളെ പ്രസവിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ കുട്ടീനെ കാണാനും പറ്റി വന്നോട് കൂടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ, നടന്നു പോയി ഞാനും ഉമ്മയും അയ്യപ്പും കൂടിയിട്ട് വൈകുന്നേരം. എന്താ ആൻറ്റി തന്നത്? ഹാപ്പിയാ അന്നാണ് ഞാൻ ചേച്ചുവിൻ്റെ അടുത്ത് നല്ല ഹാപ്പി. ചേച്ചി കുറേ നേരം കളിച്ചിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അന്ന് അവിടെ പോയി ഉമ്മ ഡ്രസ്സ് നാട്ടിൽ നിന്ന് കൊടുത്തു, അതൊക്കെ കൊടുത്തു. ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നിട്ട് അന്ന്. ഇത് പിന്നെ ഇതാ പിറ്റേസാണേ. പിറ്റേസ് ഉമ്മ നല്ല രാവിലെ തന്നെ നല്ല വട്ടുപത്തിരിയും ബീഫ് നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, അത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓ എന്താ സംഭവം സെറ്റ് കാണുമ്പോൾ തന്നെ. എന്തായി അഭിപ്രായം? ഒന്നും പറയാലേ ആസിയ, ഇതൊന്നൊന്നുമല്ല, അതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ രാവിലെ ഞാൻ എണിച്ച് വരുമ്പോൾ എന്തോ നല്ല മണം അങ്ങനെ വന്നിരുന്നിട്ട് അപ്പോൾ തോന്നി ഉമ്മ എന്തോ സംഭവം ഉണ്ടാക്കണ്ടേന്ന്. ഷാമിയക്കാണെങ്കിൽ ലീവ് വരുന്നു, അപ്പോൾ പിന്നെ ലീവ് ഡേയ്സിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബീഫ് തിന്നിട്ട് ഷാമിയക്ക പറയട്ടെ എൻ്റെ ഒന്നുമല്ല, അത് നമുക്കറിയാമല്ലോ ഉമ്മയുടെ ഫുഡിൻ്റെ അത്ര ഒന്നും ആവില്ലെന്ന്. പിന്നെ നാട്ടിലത്തെ ബീഫിൻ്റെ ടേസ്റ്റ് അത് പറയുന്നേ വേണട്ടെ. ഇവിടുത്തെ ബീഫിൻ്റെ ഞാൻ ബോബിമേൽ പിന്നെ മേടിച്ചില്ല, ഉമ്മ വരുന്നതുകൊണ്ട് പിന്നെ മേടിക്കാൻ നിന്നില്ല. അതങ്ങോട്ട് വട്ടുപത്തിരി കൊണ്ട് കൂട്ടിയൊരു വായ ബീഫ് കറി കൂട്ടി തിന്നപ്പോൾ എന്താ ടേസ്റ്റിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടേ. കാരണം ഉമ്മയുടെ ഫുഡ് കുറേ ആയിട്ട് ഇങ്ങനെ ഞാൻ കഴിക്കണം ഉമ്മയുടെ ഫുഡ് മീൻസ് അങ്ങനെ പറഞ്ഞിരുന്നിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് അത്രയും ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് കറി. അങ്ങോട്ട് കഴിച്ചപ്പോൾ എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞ് പറയാലോ, അടിപൊളി ഫീൽ ചെയ്ത് ഞാൻ ഉമ്മയോട് പറയുന്നത്. അവിടെ സമാധാനമായി പറയായിരുന്നു. അതിന് ഷാമിയൊക്കെ കളിയാക്കിയിട്ട് പറയണേ ഇവള് കുറേ ഉമ്മയുടെ ഫുഡ് കഴിക്കണം പറയണേ. ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര ആൾക്കാരൊക്കെ എൻ്റെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ഉമ്മമാരുടെ ഫുഡ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഫീലാണ്. എനിക്കൊക്കെ പ്രത്യേകിച്ചു ഫുഡിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഉമ്മാനെക്കാട്ടി ഉമ്മയുടെ ഫുഡിനെയാണ് മിസ് ചെയ്യണത്. അല്ലേ, നമുക്ക് എത്ര പുറത്തുനിന്നുള്ള ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഫുഡിൻ്റെ അത്രക്കൊന്നും വരില്ല. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം വടിച്ച് ഇതായിട്ട് 3 വട്ടുപത്തിരിയൊക്കെ തിന്ന് വയറ് ഫുള്ളായിട്ട് സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് ഇനിയൊരു ഫുഡിൻ്റെ ഇതാവും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇതുപോലെ കൂർക്ക വേണം, അതുപോലെ തന്നെ മാന്തൾ വേണം. മാന്തൾ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചെമ്മീൻ, അതായിട്ട് മാന്തൾ. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാലോ മാന്തൾ അത്രയൊക്കെ അങ്ങോട്ട് നല്ല മാന്തൾ കിട്ടാറില്ലല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്മ മാന്തൾ കിട്ടിയപ്പോൾ അതൊക്കെ നന്നാക്കി കൊടുത്തു. അപ്പോൾ എന്താ നല്ല മാന്തൾ കറിയും പിന്നെ മുരിങ്ങക്കായ കറിയും മാന്തൾ പൊരിച്ചതും കൂർക്കയും അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സാധാരണ നമുക്ക് കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. കൂർക്കൊന്നും ഇവിടെ തീരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ലുലുവിൽ ഇപ്പോൾ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നാട്ടിലത്തെ കൂർക്കടൊന്നും അത്ര വില. പക്ഷെ പട്ടത്തി ഇവിടെ ഒരു വട്ടം മാന്തളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും അല്ലാണ്ട് പട്ടത്തിയ കിട്ടിയിരുന്നത്, അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ ഈ ക്ലിപ്പിങ് അല്ല മറ്റേ നമ്മളെ വീഡിയോയിൽ ഫുഡിൻ്റെ ക്ലിപ്പിങ് കൂടി ആഡ് ചെയ്തതാണ്. ഇനി വേറെ വ്ളോഗായിട്ട് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ഇതും കൂടി കണ്ടോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്ത് ഇട്ടെന്നുള്ളൂ. പിന്നെ അങ്ങനെ അപ്പം ഇനി അടുത്ത വ്ളോഗിലൊക്കെ ഉമ്മാനായിട്ടുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എന്തിനും ഉമ്മ വന്നതെന്നും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുഡൊക്കെ ആയിട്ട് ടി വി കണ്ടിരിക്കുക. 2-3 ദിവസമായിട്ട് ടി വിയും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, ഫുള്ള് തിരക്കായിട്ട്. അപ്പോൾ അങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉമ്മ വന്നിട്ടപ്പോൾ എല്ലാവരും കുറേ കമൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി ആയി. ടാറ്റാ.